ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഥയും കാര്യവും എന്ന നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ ഒരു പുതിയതായി വിവാഹം കഴിച്ച കപ്പിൾ അവര് തങ്ങളുടെ ഹണിമൂണിന് പോകുകയായിരുന്നു. ഇത് സംഭവിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപാണ്. അവർക്ക് പുതുതായി വാങ്ങിയ കാറില് ഒരു യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് വെച്ച് എങ്ങനെയോ കാറ് നിന്നുപോയി. ആ സമയത്ത് ഒരു നല്ല ഡ്രൈവർ ആയിരുന്ന, മെക്കാനിസം ഒക്കെ അറിയാവുന്ന ആ ഭർത്താവ് കാറിൽ നിന്ന് ഇറങ്ങി ആ കാറിന്റെ ബോണറ്റൊക്കെ തുറന്ന് അതിന്റെ കേടുപാടുകളൊക്കെ ഒന്ന് നോക്കുവാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. കുറെ അധികം ശ്രമിച്ചിട്ടും വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ആ സമയത്ത് അതുവഴി ഒരു ദീർഘകായനായ മനുഷ്യൻ പ്രഭാത യാത്രയ്ക്ക് സൈക്കിളിൽ അതിലേ വന്നു. അതുവഴി വരുമ്പോൾ ഈ കാറ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടിട്ട് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അഭിമാനമുള്ള ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, വേണ്ട, ഞാൻ ശരിയാക്കിക്കൊള്ളാം എന്ന് പറയുകയുണ്ടായി. ആ സൈക്കിളിൽ വന്ന മനുഷ്യൻ അതുവഴി അങ്ങ് കടന്നു പോവുകയും ചെയ്തു. ചില മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും അദ്ദേഹം സൈക്കിളിൽ മടങ്ങി വരുമ്പോഴും ഈ ചെറുപ്പക്കാരൻ വളരെ വേർത്ത്, താൻ ധരിച്ചിരുന്ന വസ്ത്രമൊക്കെയും നനഞ്ഞു തുടങ്ങി, വേർത്ത് വീണ്ടും അധ്വാനിക്കുന്നത് കണ്ടു. അപ്പോൾ രണ്ടാം പ്രാവശ്യവും മടങ്ങി വന്ന മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാന് സഹായിക്കട്ടെ എന്ന്. മനസ്സില്ലാ മനസ്സോടെ ചെറുപ്പക്കാരൻ പറഞ്ഞു, ആകട്ടെ എന്ന്. ആ മനുഷ്യൻ ആ കാറ് അതിന്റെ എഞ്ചിൻ ഭാഗമൊക്കെയും തുറന്ന് ഏതോ ഒരു പണി അതിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഉടമസ്ഥനോട് പറഞ്ഞു, ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഇപ്പോൾ നിനക്കൊന്ന് സ്റ്റാർട്ടാക്കി നോക്കിക്കേ എന്ന്. അദ്ദേഹം കാറിൽ ഓൺ ചെയ്തിട്ട് സ്റ്റാർട്ടാക്കിയപ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ടായി. കാറ് വീണ്ടും സ്റ്റാർട്ടായപ്പോൾ ആ ചെറുപ്പക്കാരന് അത്ഭുതം തോന്നി. ആ നന്നാക്കിയ ആളിനോട് ചോദിച്ചു, മേ ഐ നോ ഹു ആർ യു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വളരെ വിനയാന്വിതനായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞു, എൻ്റെ പേര് ഹെൻറി ഫോർഡ് എന്നാണ്, ഞാനാണ് ഈ ഫോർഡ് കമ്പനിയുടെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞു. വളരെ ജാള്യനായിട്ട് അദ്ദേഹത്തിന്റെ മുൻപിൽ നിന്ന് ആ ചെറുപ്പക്കാരനോട് വീണ്ടും ഇദ്ദേഹം പറഞ്ഞു, ഈ എൻജിൻസ് എല്ലാം ഡിസൈൻ ചെയ്ത് ഞങ്ങളാണ്. അതുകൊണ്ട് ഏത് ഭാഗത്തിന് കേടുപറ്റിയാലും അത് ഞങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞു. ഞാൻ ഈ സ്റ്റോറി വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത, സങ്കീർത്തനക്കാരൻ പറഞ്ഞു, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ എന്ന് 103-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നു. ഹി നോസ് അവർ ഫ്രെയിം എന്നാണ് പറയുന്നത്. അമ്മയുടെ ഉദരത്തില് നമ്മെ ഉരുവാക്കിയ ദൈവത്തിന് നമ്മുടെ കേടുപാടുകൾ അറിയാം. നമുക്ക് എവിടെയാണ് കുഴപ്പം പറ്റിയെന്നുള്ളത് അവൻ അറിയാം. അതുകൊണ്ട് ഈ ഉടമസ്ഥന് മാത്രമേ അത് ശരിയായിട്ട് നന്നാക്കുവാൻ കഴിയുള്ളൂ എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ എഞ്ചിൻ നിർമ്മിച്ച ആളിന് മാത്രമേ അത് നന്നാക്കുവാനും ശരിയായിട്ട് കഴിയുകയുള്ളൂ എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ കാറുകളൊക്കെ കേടുപറ്റുമ്പോൾ നാം അതിൻ്റെ ഒറിജിനൽ കമ്പനിയിലേക്കാണ്, അല്ലെങ്കിൽ അവരുടെ ഓതറൈസ്ഡ് സ്റ്റേഷനിലാണ് നാം നന്നാക്കാൻ കൊണ്ടുചെല്ലാറുള്ളത്. ഇവിടെ നമ്മുടെ ഓതറൈസ്ഡ് പേഴ്സൺ എന്ന് പറയുന്നത് അമ്മയുടെ ഉദരത്തില് നമ്മെ ഉരുവാക്കിയ ദൈവമാണ്. അതുകൊണ്ട് അവനറിയാതെ നമുക്കൊരു കേടുപാട് സംഭവിക്കുകയില്ല. അഥവാ കേടുപാട് സംഭവിച്ചാൽ അത് ശരിയാക്കുവാനും നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അവൻ നമ്മെ പൂർണ്ണമായി അറിയുന്ന ദൈവമാണ്. അവന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ കേടുപാടുകളൊക്കെ അവൻ മനസ്സിലാക്കി അത് തീർത്തു തന്ന് നമ്മെ മുന്നോട്ട് നയിക്കുവാൻ പറ്റിയ ഒരു നല്ല ലീഡറാണ്, ഒരു പറ്റിയ നല്ല നായകനാണ്, ഒരു പറ്റിയ നല്ല ദൈവമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട്
നാം ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. കേടുപാടുകളൊക്കെ തീർക്കുവാൻ നമ്മുടെ പൂർണ്ണമായി അറിയുന്ന ദൈവത്തിങ്കിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ നമ്മില് പ്രവർത്തിക്കും, നമ്മെ പുതിയ സൃഷ്ടിയാക്കി തീർക്കും. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീരുന്നു. അതുകൊണ്ട് ക്രിസ്തുവില് ആയിത്തീരുന്ന ഒരനുഭവം, ക്രിസ്തുവിനെ പൂർണ്ണമായി അനുഗമിക്കുന്ന ഒരനുഭവം, ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് തിരിച്ചറിയുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഏത് സമയത്തും സമയഭേദം കൂടാതെ എന്ന് വേണമെങ്കിൽ പറയാം, അവന്റെ അടുക്കൽ അടുത്ത് ചെല്ലുവാൻ നമുക്ക് ദൈവം പുത്രത്വത്തിന്റെ അവകാശവും പദവിയും തന്നിട്ടുണ്ട്. അവൻ നമ്മെ അമ്മയുടെ ഉദരത്തില് ഉരുവാക്കിയ ദൈവമാണെങ്കിൽ ആ ദൈവം നമ്മളെ അവസാനത്തോളം നടത്തുവാൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. അവൻ പൂർണ്ണമായിട്ട് നമ്മെ നടത്തുവാൻ വിശ്വസ്തനായതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് അവനിൽ ആശ്രയിക്കുവാനും കഴിയട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അവരെയും സഹായിക്കുമാറാകട്ടെ.